ഓം നമഃ ശിവായ. ഗുരുനാഥനും കൂട്ടുകാർക്കും നമസ്കാരം. നമുക്കിന്ന് സ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കാം. സ്ഥാനങ്ങൾ. അതായത് കൈപ്പടകളിൽ ഉയർന്ന് കാണുന്ന ഭാഗങ്ങളെയാണ് സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം മുഖ്യമായിട്ടും പിതൃസ്ഥാനം, അതായത് ചൂണ്ടുവിരലിന്റെ തൊട്ട് താഴെയുള്ള ഭാഗമാണ് പിതൃസ്ഥാനം. ചൂണ്ടുവിരലിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം പിതൃസ്ഥാനം. അതിലെ മാതൃസ്ഥാനം എന്ന് പറയുന്നത് പിതൃസ്ഥാനത്തിന് തൊട്ട് താഴെ മുതല് തള്ളവിരല് പെരുവിരലിനോടും എത്തുന്ന വരെയുള്ള ഭാഗത്തെയാണ് മാതൃസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് തൊഴിൽ സ്ഥാനം. തൊഴിൽ സ്ഥാനം നടുവിരലിന്റെ തൊട്ട് താഴെ ഭാഗമാണ്. അതായത് ഇവിടെ കേട്ടോ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇതിലെ ഉയർന്നു കാണുന്ന ഭാഗങ്ങളാണ് ഉത്തമമായിട്ടുള്ളതും അതിൽ ലോപം വരുന്ന താഴ്ച വരുന്ന ഭാഗങ്ങളെ കുറിച്ച് നെഗറ്റീവും പറയാം, ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ കൊണ്ട് പോസിറ്റീവും പറയാം എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിലെ തൊഴിൽ സ്ഥാനം എന്ന് പറയുന്ന നടുവിരലിന്റെ തൊട്ട് താഴെയുള്ള ഭാഗമാണ്. അതിലെ തന്നെ തൊഴിൽ സ്ഥാനം എന്ന് പറയുന്നു. അതിൽ തന്നെ മൃത്യുസ്ഥാനം രണ്ടാം ഭാഗം, അതായത് ഇതുണ്ടോ തൊട്ട് താഴെ മൃത്യുഭാഗം, മൃത്യുസ്ഥാനം 1, മൃത്യുസ്ഥാനം തൊട്ട് നേരെ മേളില് മൃത്യുസ്ഥാനം 2 എന്ന് പറയുന്നു. ഇത് രണ്ടും മൃത്യുസ്ഥാനങ്ങളാണ്. അടുത്തത് വിദ്യാസ്ഥാനം. ആൾക്ക് വിദ്യ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, എത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്നത് ഈ ഭാഗം ഉയർന്നു നിൽക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ്. ഇതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇതും രേഖകളും അതിന്റെ ചിഹ്നങ്ങളെ കുറിച്ചൊക്കെ വരും ക്ലാസ്സുകളിൽ പഠിപ്പിക്കും. രേഖകളെ കുറിച്ചും പഠിപ്പിക്കും. അതിന്റെ സ്റ്റാർട്ടിങ് മാത്രമാണ്. അതായത് ഒരു രാശി എന്ന സങ്കല്പാർത്ഥം ചിന്തിച്ചാൽ മാത്രം മതി. രാശി നിർജീവമാണ്. രാശിയിൽ ഗ്രഹങ്ങളോ അതിന്റെ ദൃഷ്ടികളോ ചെല്ലുന്നതുകൊണ്ടാണ് രാശിക്ക് ജീവൻ ഉണ്ടാകുന്നത് എന്ന സങ്കല്പം തന്നെയാണ്. അതായത് ഈ വിദ്യാസ്ഥാനം മോതിരവിരലിന്റെ തൊട്ട് താഴെ ഭാഗമാണ്. അടുത്ത സന്താനസ്ഥാനം, ചെറുവിരലിന്റെ തൊട്ട് താഴെ ഭാഗം സന്താനസ്ഥാനമാണ്. അതായത് ഈ ചെറുവിരൽ ഇവിടെ തുടങ്ങുന്നു, ഇത്രയും ഭാഗമാണ് സന്താനം. അടുത്തത് ധനസ്ഥാനം. ആൾക്ക് ധനികനാണോ എന്നൊക്കെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം ഉയർന്നു നിൽക്കുന്നതനുസരിച്ച് അയാളുടെ ധനസ്ഥാനം എന്ന് പറയുന്നത് മധ്യഭാഗമാണ്, ഉള്ളംകൈയുടെ നടുഭാഗമാണ്. ആ ധനസ്ഥാനം ഇവിടെ കുഴിഞ്ഞെന്ന് കഴിഞ്ഞാൽ ആൾക്ക് ധനം കുറവാണെന്നും, ഇവിടെ ഉള്ളംകൈ ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ കണ്ടില്ലേ കുഴിഞ്ഞ തന്നെ നിൽക്കുന്നത്, ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് നല്ല ഒരു ധനസ്ഥിതിയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. അടുത്ത ധർമ്മസ്ഥാനം. ഈ ഭാഗമാണ്. അത് ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ നീതിബോധത്തോടുകൂടിയും ധർമ്മബോധത്തോടുകൂടിയും, ധർമ്മം പുരുഷധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ അതാണ് ധർമ്മസ്ഥാനം. പിന്നെ ഉള്ളതാണ് സഹോദര സ്ഥാനം. പെരുവിരലിന്റെ ഇവിടം മുതൽ ആയുർരേഖയുടെ ഇവിടം വരെ ഇങ്ങനെയായിട്ട് വരും. ഈ മൃത്യുസ്ഥാനം ആയുർരേഖ തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. രേഖകൾ പഠിപ്പിക്കുന്നതാണ്. സഹോദര സ്ഥാനം എന്ന് പറയുന്ന ഭാഗം ഇതാണ്. അപ്പോൾ പിതൃ, മാതൃ, സഹോദര, തൊഴില്, ധനം, വിദ്യ, ധർമ്മസ്ഥാനം, മൃത്യുസ്ഥാനം 2. അങ്ങനെയാണ് ഇതിന്റെ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സ്ഥാനങ്ങളെ രാശിമണ്ഡലമായിട്ട് എങ്ങനെ മാറ്റാം, മേട ഏത് ഇടവേദ എന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഭാരതീയ ഹസ്ത സാമുദ്രിക തിലകം എന്ന കോഴ്സ് ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ നേരെ ശങ്കര വിദ്യാപീഠത്തിൻ്റെ വാട്സാപ്പിലേക്കായിരിക്കും വരിക. അവിടെ ഫീസും ഡീറ്റെയിൽസും എല്ലാം പറയാം. 6 മാസത്തെ ക്ലാസ്സാണ്. എല്ലാ തിങ്കളും വ്യാഴവും വാട്സാപ്പിൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സാണ്. അപ്പോൾ ഭാരതീയ ഹസ്ത സാമുദ്രിക തിലകം എന്ന ഹസ്തരേഖയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ QR കോഡ് സ്കാൻ ചെയ്യുക.
ശങ്കര വിദ്യാപീഠത്തിലെ എല്ലാ കോഴ്സുകൾക്കും സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ഓം നമഃ ശിവായ. Want to learn Kerala astrology and pujas online? Study at your own pace, save and watch videos multiple times with lifetime access. Ask doubts in the learning group, all this at a very low monthly fee. To know more, WhatsApp us on +918089138965.